വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം വചനമറിഞ്ഞാൽ ആത്മാവുണരും വൃത്തി വചനം വചനം ദൈവത്തിൻ വചനം 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 ദൈവത്തിൻ വചനം. ജോർജ് കുട്ടി, എടാ കുഞ്ഞപ്പ, നീ ഇതെവിടെയാണ്? എടാ, ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടും ആത്മാർത്ഥമായിട്ടും ചെയ്യണം. അതാണ് എൻ്റെ രീതി. ഇത് തിരിച്ചു അതുമാതിരി തന്നെ വേണ്ടേ? അല്ല, അത് ഞാൻ നീ എന്താണെന്ന് ആലോചിക്കല്ലേ? എടാ, നിനക്ക് നിന്റെ കാശ് വേണ്ടേ? നിനക്കൊന്ന് ഫോൺ ചെയ്താലെന്താ? ഞാൻ ഫോൺ ചെയ്തില്ല. എപ്പോ? ഇന്നലെ മിനിഞ്ഞാന്ന്. ഇന്നലെയും മിനിയാന്നു. എടാ, ഇന്നലെയും മിനിയാന്നും ഒക്കെ ഫോൺ കംപ്ലൈന്റ് അല്ലേ? ആ സമയത്ത് വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടാ? ഇന്ന് ദേ ഫോൺ റെഡി ആയിരിക്കണേന്ന്. ഇന്ന് നീ ഇതിലേക്ക് വിളിച്ചാ ഇല്ല. എടാ, ഒരു പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ പിന്നെയും ട്രൈ ചെയ്യണം. അല്ല, ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എടാ, ഞാൻ വീട്ടിലില്ലാത്ത സമയത്ത് വന്നിട്ട് വല്ല കാര്യമുണ്ടാ? ഞാൻ വീട്ടിലുള്ള സമയത്ത് നീ വരണം. അല്ലാതെ വന്നിട്ട് എന്താ കാര്യം? എന്റെ 40% കമ്മീഷൻ കഴിച്ചിട്ടുള്ള നിന്റെ കാശ് ഇതാ വെച്ചോ. ഓക്കെ. ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. സംഗതി ഞാൻ ഈസി ആയിട്ട് കൈകാര്യം ചെയ്തോളാം. പിന്നെ ഉണ്ടല്ല, ഇതിപ്പോ 4 വീൽ കപ്പും ഒരു പുതിയ സ്റ്റെപ്പിന് ടയറും അല്ലേ? വേണ്ടി വന്നാൽ നമ്മള് കാറ് തന്നെ കടത്തിക്കളയും. ആദ്യം എന്നോട് ജോർജ് പറയുമ്പോ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഇത്രയും സാധനം കളവ് പോയ സാറ് വിശ്വസിക്കുമെന്ന്. അതിലൊരു കുഴപ്പമില്ല. പിന്നെ ഇത്രയും കാശ് കൈ കിട്ടിയപ്പാ ഒരു സുഖവും സന്തോഷവും ഒക്കെ തോന്നണേ. അതെ, അങ്ങനെയാണ് കളവ്. അടുക്കും തോറും സമ്പത്തും സന്തോഷവും ഒക്കെ തരുന്ന ഒരു മഹാസാഗരം. ആ സാഗരത്തിൽ നിന്നെ ഞാൻ ആറാടിക്കും. പിന്നെ ഉണ്ടല്ല, ഇങ്ങനെ ഒരു മുതലാളിനെ കിട്ടിയത് നിന്റെ ഭാഗ്യമാണ്. അപ്പൊ പോട്ടറാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ആ സ്പോട്ടിലെത്തി ഞാൻ. ഓക്കെ. ഒരു ചിന്തയും അവിടുത്തേക്ക് അജ്ഞാതമല്ല, ഒരു വാക്കും കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല. പ്രഭാഷകൻ 42-ാം അധ്യായം 20-ാം വാക്യം. ഹലോ, എന്താണ് ജോൺസൺ ചേട്ടാ? എന്നെ കാണാനാ? എൻ്റെ വീട്ടിലേക്കാ? എന്താ കാര്യം? എന്താണ്? ഞാനിവിടെ ഉണ്ടെന്ന്. ഇപ്പതേ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. എന്താണ് ചേട്ടാ കാര്യം? പറയ്. എവിടാ? ഇവിടെ. ആഹാ, ഇത്ര പറ്റ ചെയ്തിട്ടാ എന്നെ വിളിച്ചത്? അത് പിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ലല്ലോ. അതെന്ത് കുന്തോങ്കിലും ആട്ടാ. ചേട്ടൻ വന്ന കാര്യം പറയും. അത് ഈ ബാബാബിനെയാണോ? ഒടുക്കത്തെ ബാബാബിനെയൊന്നും ഇവിടെ കാഴ്ച വെക്കണ്ട. കാര്യം പറയട്ടാ. എടാ, നീ എനിക്കൊരു 500 രൂപ കടം തരണം. വൈഫിന് മരുന്ന് മേടിക്കാനാ. ഷോ, എൻ്റെ ചേട്ടാ, ഞാൻ എന്താ ചേട്ടനോട് പറയേണ്ടത്? സത്യം പറഞ്ഞാ ഒരു 100 രൂപ പോലും എൻ്റെ കയ്യിലില്ല. നിന്റെ മുതലാളിയോട് ചോദിച്ചാൽ കിട്ടുമോ ശമ്പളം അഡ്വാൻസ് ആയിട്ട്? ഈ അഡ്വാൻസിൻ്റെ പേരും പറഞ്ഞ് അടുത്ത 2 മാസത്തെ കാശ് ഞാൻ മേടിച്ച് കഴിഞ്ഞ്. എനിക്കും വേണം ചേട്ടാ കാശ്. അല്ല, ചേച്ചിക്ക് എന്ത് പറ്റി? സ്ഥിരം കഴിക്കേണ്ട മരുന്നാ. എല്ലാ മാസവും അത് കൃത്യമായിട്ട് വാങ്ങിക്കുന്നതാ ഞാൻ. ഈ 2 മാസമായിട്ട് വർക്ക് ഇത്തിരി കുറവാ, അതുകൊണ്ടാ. വേണ്ടടാ, ഞാൻ വേറെ ആരെങ്കിലും നോക്കിക്കോളാം. ചേട്ടാ അവിടെ നിന്നേ.
അതേ ചേട്ടാ, ചേട്ടനും കാശ് ആവശ്യമുണ്ട്, എനിക്കും കാശിന് ആവശ്യമുണ്ട്. ചെറിയൊരു വഴിയുണ്ട്. എന്ത് വഴി? ചേട്ടൻ ആത്മാർത്ഥമായിട്ട് എന്നെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മതി. 1000 രൂപ ഞാൻ കയ്യിലേക്ക് തരും. 1000 രൂപയോ? എടാ, കാശ് കിട്ടുമെങ്കിൽ എന്തിനും ഞാൻ തയ്യാറാണ്. എങ്കിൽ വാ, ഞാൻ പറഞ്ഞുതരാം. നിന്റെ പതനത്തിന് കാരണമാകും വിധം അന്യർക്ക് വഴങ്ങുകയും അരുത്. പ്രഭാഷകൻ 4-ാം അധ്യായം 22-ാം വാക്യം. എടാ, ഇയാള് വല്ല പോലീസിനെ വിളിക്കോ? ആര്? നിന്റെ സാറ്. തന്നെ താക്കോലിങ്ങനെ നീട്ടിക്കേ. ആ, ഇന്നെന്താ എന്താ? പല്ലി വെച്ചില്ലേ? എന്തൊരു നാറ്റം. നീ എന്നെ പല്ലിയേപ്പിക്കാൻ കൊണ്ടുവന്നാണ്. എൻ്റെ ചേട്ടാ, ചേട്ടനോട് പാവത്തിനായിട്ട് നിന്ന് തന്നാ മതി. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞ് റെഡിയാക്കിക്കോളാം. കുറച്ച് നേരം അഭിനയിച്ചാ രൂപ എത്ര കിട്ടണമെന്ന് അറിയാമോ? 1000 ഒന്നല്ലേ നീ പറഞ്ഞത്? അതിൽ കുറക്കരുതട്ടാ. എൻ്റെ പൊന്നു, അത് തരാം. ഞാൻ അകത്ത് കയറി സാറിനോട് സംസാരിച്ച് സെറ്റിലാക്കിയിട്ട് വരണ വരെ ആ ഉമ്മറപ്പണി നിന്നാ മതി. എടാ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ലെന്ന്. സാറ് പഞ്ചപാവമാണ്. ആഹാ, ആ നിനക്കിതിൽ നല്ല മുൻപരിചയം ഉണ്ടല്ലേ? താൻ അപ്പം നിന്നാ മതി, കുഴിയണണ്ട. നീ വേഗം പോയിട്ട് വാ, എന്റെ കയ്യും കാലും പിടച്ചിട്ട് വയ്യ. തക്ക സമയം വിവേചിച്ചറിയുകയും തിന്മയ്ക്കെതിരെ ജാഗരൂകത പുലർത്തുകയും ചെയ്യുക. സ്വയം അവമാനം വരുത്തിവെക്കരുത്. പ്രഭാഷകൻ 4-ാം അധ്യായം 20-ാം വാക്യം. ഓ ചേട്ടാ, ചേട്ടനാണ് ഇങ്ങനെ. അവിടെ ഒന്ന് നിൽക്ക്, വാ വാ. എന്താടാ കുഞ്ഞപ്പ, വണ്ടി എന്തേ? അത് പിന്നെ സാറേ, ചെറിയൊരു അബദ്ധം പറ്റി. നീ കാര്യം പറയ്. അത് വണ്ടി ഒന്ന് ചെറുതായിട്ട് ഒരു 2 വീലർ മുട്ടി. എന്നിട്ട് ആൾക്കെന്തെങ്കിലും പറ്റിയോ? കാര്യമായിട്ടൊന്നും പറ്റിയില്ല. എന്നാലും ആശുപത്രിയിൽ കുറച്ച് പൈസയായി. പിന്നെ വണ്ടി ശരിയാക്കാനും വർക്ക്ഷോപ്പിൽ കുറച്ച് പൈസയായി. കുറച്ച് പൈസയായി എന്ന് പറയാതെ എത്രയായെന്ന് പറയുന്നേ. ആശുപത്രിയിൽ 3000 രൂപ. ആ, അപ്പൊ വർക്ക്ഷോപ്പിലോ? അത് 2000 രൂപയുള്ളൂ. ആരുടെ പേരിലെ കുറ്റം? അത് എൻ്റെ പേരിലാണ്. ആഹാ. അല്ല സാറേ, വണ്ടിക്കേ ബ്രേക്ക് കുറവായിരുന്നു. ആ ജംഗ്ഷനിൽ വെച്ചാൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രേക്ക് ചവിട്ടേണ്ടി വന്നത്. അപ്പോഴാണ് സത്യത്തിൽ ബ്രേക്കില്ലെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അയാളുടെ ശരീരത്തെങ്കിലും വണ്ടി മുട്ടിവെച്ചേക്കണുണ്ടല്ല, ഞാൻ അകത്ത് പോകേണ്ട കേസാണ്. ഹോ, ഓർത്തിട്ട് അതിൻ്റെ ഞെട്ടൽ എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. ഇതാരാ? അതാണ് ഈ 2 വീലറിൻ്റെ ഉടമസ്ഥൻ. ഇയാൾ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അല്ല, സാറിന് അയാൾക്കൊന്ന് കാണണമെന്ന് പറഞ്ഞായിരുന്നു. അല്ല, ഈ കാറ് വർക്ക്ഷോപ്പിൽ കയറ്റാൻ മാത്രം എന്താ സംഭവിച്ചത്? ഓ, അത് ഞാൻ പറഞ്ഞില്ലല്ലേ. ഇല്ല. ഇയാളെ മുട്ടിയ സെക്കൻഡിൽ ഞാൻ വണ്ടി റൈറ്റിലേക്കൊന്ന് വെട്ടിച്ചു, പിന്നെ ലെഫ്റ്റിലേക്ക് ഒടിച്ചു. അപ്പൊ അവിടെ ഇരുന്ന പോസ്റ്റിൽ ചെറുതായിട്ടൊന്ന് ഉരഞ്ഞു സാറേ. അല്ല, അപ്പൊ കാർ വർക്ക്ഷോപ്പിലും കാശ് കൊടുക്കണോ? അത് പിന്നെ കൊടുക്കണ്ടേ സാറേ? എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. അല്ല, അത് ഞാൻ നാളെ തന്നെ വിളിച്ചു ചോദിച്ചിട്ട് പറയാം സാറേ. ഇതിപ്പോ എത്രാമത്തെ തട്ടിലും മുട്ടിലും ആടാ? എൻ്റെ സാറേ, ദൈവം സഹായിച്ച് വേറെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. എന്തിനാ വലിയ കുഴപ്പങ്ങള്? ഇതുപോലുള്ള ചെറിയ തട്ടിലും മുട്ടിലും പോരെ. എടാ കുഞ്ഞപ്പ, എന്താ സത്യത്തില് നിനക്ക് ഡ്രൈവിംഗ് അറിയൂ? അല്ലേ സാറ് എന്ത് വർത്തമാണ് ഈ പറയണത്? ഞാൻ സാറിനെ കൊണ്ട് തിരുവനന്തപുരത്ത് പോയിട്ടില്ലേ? ഉണ്ട്. കാസർഗോഡ് പോയിട്ടില്ലേ? ഉണ്ടല്ലോ. അങ്ങ് കോട്ടയ്ക്ക് പോയിട്ടില്ലേ? ആ, ഉണ്ടെന്നേ. അതിനെന്താ? ഡ്രൈവിംഗ് അറിയാൻ പറ്റാത്ത ഞാൻ ഇവിടെയൊക്കെ സാറിനെ എങ്ങനെ കൊണ്ടുപോയി? പറഞ്ഞോണം, അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. അപ്പോഴൊക്കെ നന്നായിട്ട് വണ്ടി ഓടിക്കുന്ന നീ ഒറ്റയ്ക്ക് പോകുമ്പോഴാണല്ലോ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഓ, എങ്കിൽ പിന്നെ ഞാൻ ഒറ്റക്ക് പോകുമ്പോ ഒരാളെ കൂടി സാറിന്റെ കൂട്ടത്തിലേക്ക് വിട്. അപ്പൊ അറിയാലോ എന്താ സംഭവിക്കണെന്ന്. അങ്ങനെ എനിക്ക് അയാളെ വിട്ടാ പോരെ.
പിന്നെ നീ എന്തിനാ അവിടെ? ചേട്ടൻ എന്തിനാ വിഷമിക്കണത്? ഒന്ന് കരയാണ്ടിരിക്കും. ചേട്ടൻ എന്തിനാണ് ഇതൊന്ന് കരയണത്? കരയില്ല ചേട്ടാ. ചേട്ടൻ കരയല്ലേ? കരയാതിരിക്കേ. ചേട്ടന്റെ കാശ് ഞാനിപ്പോ കൊണ്ടുവന്ന് തരാം. ഇയാളുടെ കാശ് എത്രയാ? 3000 രൂപ. 3000 രൂപ? 3000 രൂപ ആശുപത്രിയിലല്ലേ? അതെ അതെ, 3000 രൂപ ആശുപത്രി, 2000 രൂപയാക്കി വർഷാപ്പിലെ ആൾക്ക്. അപ്പൊ 3000 2000 5000 ഞാനിപ്പോ കൊണ്ടുവന്ന് തരാം. മതി. ഒന്ന് കരച്ചിൽ നിർത്തോ. നിർത്ത്. മതിയാ? മതി. ഓ എന്റെ അമ്മോ. അവിടുത്തെ കണ്ണുകൾ മനുഷ്യന്റെ വഴികളിൽ പതിയുന്നു. അവൻ ഓരോ അടിവയ്ക്കുന്നതും അവിടുന്ന് കാണുന്നു. ജോബ് 34 അധ്യായം 21 വാക്യം. അതെ, ചേട്ടന്റെ അഭിനയം കലക്കിട്ടാ. ഒരു കാര്യം പറയാം, തലയിലത്തൊക്കെ ഇതോ കഴുത്തൊക്കെ കഴിച്ചുകളാ, അല്ലെങ്കിൽ ആൾക്കാരെന്ത് വിചാരിക്കും? പിന്നെ അതിന് മറുപടി വരണ നേരം ഉണ്ടാവുള്ളൂ. എന്നാ 1000 രൂപ. സന്തോഷമായില്ലേ? എന്തൊരു ആക്കിയൊരു ചിരി. സന്തോഷമായില്ലേ? സന്തോഷമൊക്കെ ആയി. പിന്നെ നീ ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലേ? മനസ്സിലായില്ല. അല്ല, പുള്ളിനെ പറ്റിക്കുന്നതേ നിന്റെ മുതലാളിനെ. ഓഹോ, എന്തേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ കാശിക്ക് തന്നേക്ക് 1000 രൂപ. അല്ല, അത് എൻ്റെ പോക്കറ്റിൽ കിടക്കട്ടെ. അല്ല, സംസാരത്തിൽ എന്തോ ബുദ്ധിമുട്ടുള്ള പോലെ തോന്നി. പിന്നെ ബുദ്ധിമുട്ടില്ലാതിരിക്കോ? ചുരുങ്ങിയത് 10-10000 രൂപയുടെ പണിയെടുത്തിട്ടേ കേവലം 1000 രൂപയല്ലേ തന്നുള്ളൂ. ആ ഒരിത്. ആഹാ, താൻ ആള് കൊള്ളല്ല. തനിക്ക് തന്ന പോലെ വർഷാപ്പുകാരന് കൊടുക്കണം, ആശുപത്രിയിൽ ബില്ല് ശരിയാക്കി തന്നെ കൊടുക്കണം. ഇവർക്ക് എല്ലാവർക്കും കൊടുക്കണം. അതിൽ നിന്നൊക്കെ തനിക്കൊരു ഓഹരി കിട്ടുമെന്ന് പറഞ്ഞാലേ അതൊരു ഇത്തിരി ദുരാഗ്രഹമാണ്. 500 ചോദിച്ചു വന്ന ആള് 1000 കിട്ടിയെന്ന് ആശ്വസിച്ച് സന്തോഷിക്കുന്നതിന് പകരം 10000 വേണമെന്ന്. എടാ, 10000 രൂപയൊന്നും വേണ്ട. 1000 രൂപ അത്രേ ഉള്ളൂ. അത്ര ആഗ്രഹിച്ചാൽ മതി. വില കുഴപ്പമുണ്ടാ? മതിയെങ്കിൽ മതി. അത് മതി. വാ. ഓ, കള്ളം പറയുന്ന നാവ് നേടിത്തരുന്ന സമ്പത്ത് പെട്ടെന്ന് തിരോഭവിക്കുന്ന നീരാവിയും മരണത്തിന്റെ കെണിയുമാണ്. സുഭാഷിതങ്ങൾ 21 അധ്യായം 6 വാക്യം. പീറ്ററേട്ടാ. വാടാ. അല്ല, വണ്ടിക്ക് എന്ത് പറ്റി? അതെന്താ ചേട്ടാ? വണ്ടിക്ക് എന്തെങ്കിലും പറ്റുമെങ്കിൽ എനിക്കിങ്ങോട്ട് വരാൻ പാടുള്ളൂ, അല്ലാതെ വരാൻ പാടില്ലേ? അല്ല, നീ അങ്ങനെ പിണങ്ങല്ലേടാ. സാധാരണ വണ്ടിക്ക് എന്തെങ്കിലും പണിയുണ്ടെങ്കിലല്ലേ നീ വരാറുള്ളൂ. എങ്കിൽ ഇപ്പം ഞാൻ വന്നിരിക്കണതേ ചേട്ടനെ കാണാൻ തന്നെയാണ്, വെറുതെ അല്ല. വിലക്ക്. വിലക്കോ? അതെ, നല്ല പൊന്നും വിലക്ക്. അതിന് ചേട്ടൻ്റെ സമ്മതം മാത്രമാണ് എനിക്കറിയേണ്ടത്. അതായത് ചെയ്യാത്ത ജോലിക്ക് കുറച്ച് കാശ് കിട്ടിയാ ചേട്ടൻ വാങ്ങിക്കോ. ചെയ്യാത്ത ജോലിക്കോ? അതെ, എൻ്റെ മുതലാളിയുടെ വണ്ടി ഇവിടെ 2-3 ദിവസം കൊണ്ടൊന്നും ഇടും. ചേട്ടൻ അതിനൊരു ബില്ല് ഇടും. ആ ബില്ലിൽ നിന്നും ഒരു വിഹിതം ചേട്ടനെ ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കും. ചുരുക്കം പറഞ്ഞ കൈ നനയ്ക്കാതെ മീൻ പിടിക്കാൻ ഞാൻ കൂട്ടു നിൽക്കണല്ലേ? അല്ല, നീ അങ്ങനെ ഒരു കാര്യം പറയുമ്പോ ഞാനിപ്പോ അത് പറ്റില്ല എന്നെങ്ങനെ പറയുന്നേ? അല്ല, എന്തോരം വരെ ആകാം? അതിപ്പോ ഒരു 10-10000 രൂപക്കുള്ളിലാകാം. അപ്പോ ആയിക്കോട്ടെ, വണ്ടി ഞാൻ ഇപ്പൊ തന്നെ ഒന്ന് ഇട്ടേക്കാം. എന്നാ ഞാൻ ഉടനെ ബില്ലും ശരിയാക്കാം. കാര്യമായിട്ട് തന്നെ ഗവനിക്കണം. അത് പിന്നെ ന്യായമായതങ്ങൾ തരും. പോരെ? മതി.
സന്തോഷം. എന്താണ് ഇങ്ങനെ പറയുന്നത്? വാ പുറത്തേക്ക് പോവാ. താനെന്താ എന്നെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കണ? എടോ, ഒരാളൊരു ഉപകാരം ചെയ്ത അവനെ തിരിച്ച് സഹായിച്ചില്ലെങ്കിലും വേണ്ട, ഉപദ്രവിക്കരുത്. താൻ ഇനി എന്ത് ചോദിക്കാനാണ് വന്നിരിക്കണത്? ഞാൻ വർക്ക്ഷോപ്പിൻ്റെ പേര് പറഞ്ഞ് മേടിച്ച കാശിൻ്റെ ഷെയറോ? അതോ ഇനി അതൊന്നുമല്ല, എൻ്റെ മുതലാളിയോട് ഞാൻ അയാളെ പറ്റിക്കുകയാണെന്നും പറഞ്ഞു കൊടുക്കുമെന്നും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി കാശ് വാങ്ങിക്കാനോ? എന്തിനാ വന്നിരിക്കുന്നത് ചോദിച്ചില്ലേ? ഒന്നോർത്തോ, തൻ്റെ ഒരു നമ്പറും ഈ എൻ്റെ അടുത്ത് ചിലവാവൂല. ഈ കുഞ്ഞപ്പനെ വേറെ ലെവലാണ്. കഴിഞ്ഞോ? എന്ത്? അല്ല, നീ പറഞ്ഞു കഴിഞ്ഞു എന്ന്. ആ പറഞ്ഞു കഴിഞ്ഞു. എന്തേ? എന്താ എന്ത്? എന്നെ കൊണ്ട് നുണ പറയിപ്പിച്ച് നിന്റെ മുതലാളിയെ പറ്റിച്ച് വാങ്ങിയ പണത്തിൽ നിന്ന് എനിക്ക് തന്ന 1000 രൂപ 10 പൈസ കയ്യിലില്ലായിരുന്ന സമയത്ത് നിന്റെ കയ്യിൽ നിന്ന് 1000 രൂപ കിട്ടിയപ്പോൾ മരുന്ന് വാങ്ങാൻ ചീട്ടെടുക്കാനായി വീട്ടിൽ ചെന്നതാ. അപ്പോൾ എന്നോട് എൻ്റെ ഭാര്യ ചോദിച്ചു, എവിടെന്നാ മരുന്ന് മേടിക്കാൻ ഇപ്പോൾ കാശെന്ന്. വലിയ എന്തോ ധീരപ്രവൃത്തി ചെയ്തതുപോലെ നിന്റെ മുതലാളിയെ നമ്മൾ പറ്റിച്ച കാര്യം ഞാൻ അവളോട് പറഞ്ഞു. അപ്പോൾ അവൾ പറയുക, ഈ കാശ് കൊണ്ട് മരുന്ന് വാങ്ങി കഴിക്കുന്നതിലും നല്ലത് മരുന്ന് കഴിക്കാതെ രോഗം കൂടി മരിക്കുകയാണെങ്കിൽ അതാ നല്ലതെന്ന്. അവളോട് ഇത് പറയുന്നത് വരെ ഞാൻ ചിന്തിച്ചിരുന്നത് എന്നേക്കാൾ നിനക്ക് കൂടുതൽ കിട്ടിയ കാശിൻ്റെ കാര്യമാണ്. പക്ഷേ എൻ്റെ ഭാര്യ അത് പറഞ്ഞു കേട്ടത് മുതൽ ഞാൻ ചിന്തിച്ചത് ഈ പണം എത്രയും വേഗം നിന്നെ ഏൽപ്പിക്കുക എന്നത് മാത്രമാണ്. വരട്ടെടാ. പറ്റുമെങ്കിൽ നീയും തിരുത്ത്. പോട്ടെ. സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ഹൃദയാഭിലാഷങ്ങൾക്കൊത്ത് ജീവിക്കരുത്. ആര് എന്നെ നിയന്ത്രിക്കാൻ എന്നും പറയരുത്. കർത്താവ് നിന്നെ ശിക്ഷിക്കും, തീർച്ച. പ്രഭാഷകൻ 5-ാം അധ്യായം 2-3 വാക്യങ്ങൾ. പീറ്റേട്ടാ, ആ ആ നീ വന്നോ? കുഞ്ഞപ്പ, നീ വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയപ്പോൾ കുറച്ച് കാശ് കിട്ടുന്നല്ലേന്ന് കരുതി കുറച്ച് സന്തോഷിച്ചു. എന്നാൽ അതിന് ശേഷം മനസ്സിന് വല്ലാത്തൊരസ്വസ്ഥത. എത്ര ആലോചിച്ചിട്ടും എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. ഒടുവിൽ നിന്റെ വണ്ടി അത് പണിത വകയിൽ ആ ലാസർ സാറിനെ പറ്റിച്ച് കിട്ടുന്ന കാശ് വേണ്ടെന്ന് വെച്ചപ്പോഴാണ് എനിക്ക് സ്വസ്ഥതയും സമാധാനവും തിരിച്ചു കിട്ടിയത്. ഇതാ വണ്ടി നീ വേറെ ആരുടെയെങ്കിലും വർക്ക്ഷോപ്പിൽ കൊടുക്ക്. എന്നോട് വിരോധം തോന്നരുത്. ഞാൻ പോട്ടെ ഏട്ടാ. എടാ കുഞ്ഞപ്പ. ആ, എന്താടാ കുഞ്ഞപ്പ ഞാൻ ഈ കാണുന്നത്? നീ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരികയെ
എടാ നിനക്ക് എന്താ പറ്റിയത്? അല്ല നിന്നെ പഴയ മാതിരി ഒന്നും കാണാനില്ല. അല്ല പുതിയ ഇടപാടൊന്നുമില്ലേ? ജോർജേ, ഏ? നിന്റെ വാക്ക് കേട്ടാണ് ഞാൻ ഇത്രയും കള്ളത്തരങ്ങൾ തുടങ്ങണത്. ഓ അതിന് നന്ദിയൊന്നും നീ പറയണ്ട. എടാ എനിക്കെല്ലാവരും നന്നായി കണ്ടാ മതി. ദാ ഇപ്പൊ തന്നെ ആ കപ്പേര് തോമസിന്റെ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോയതാണ് ഞാൻ. ദാ ഈ പള്ളിക്ക് പുറകിലുള്ള ഗേറ്റ് ഇല്ലേ, അത് പഴയത് മാറ്റി പുതിയത് വെച്ചല്ല. ആ പഴയ ഗേറ്റ് എടുത്ത് ആ മതലിന്റെ സൈഡിൽ ചാരി വെച്ചിട്ടുണ്ട്. അതാരും കാണില്ല, പക്ഷെ ഞാനത് കണ്ടുപിടിക്കുമല്ലോ. അതിന്റെ കാര്യം തോമസിനോട് പറയായിരുന്നു ഞാൻ. രാത്രിക്ക് രാത്രി അവിടെ നിന്ന് അടിച്ചു മാറ്റി കഴിഞ്ഞാൽ ആരറിയാനാണ്? കിട്ടുന്നതിന്റെ 60% ഞാൻ കൊടുക്കാന്ന് പറഞ്ഞേ. പക്ഷെ ആളെടുക്കുന്നില്ല. കാരണം എന്താ? ദൈവഭയം. എടാ 10 കാശ് കിട്ടുന്ന സമയത്ത് ഈ ദൈവഭയം ഒന്നും പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അവൻ എന്താ വിളിക്കേണ്ടത്? വിഡ്ഢിന്നാണ് വിളിക്കേണ്ടത്. എടാ ജോർജേ, അയാൾ ചെയ്തതും പറഞ്ഞതുമാ ശരി. അതെന്താ നീ അങ്ങനെ പറഞ്ഞു? നിന്റെ വാക്ക് കേട്ട് തെറ്റുകൾ ചെയ്യാൻ തുടങ്ങിയ ഞാൻ തെറ്റിൽ നിന്നും തെറ്റിലേക്ക് നീങ്ങിയപ്പോൾ ഈ തോമസിനെ പോലെയുള്ള 2 ദൈവഭയമുള്ള ആളുകളാ എന്നെ മാറ്റി ചിന്തിക്കാൻ ഇടയാക്കിയത്. മേലിൽ ഇത്തരം കാര്യങ്ങൾക്ക് എന്നെ വിളിക്കരുത്. ചെയ്ത തെറ്റുകൾക്ക് ആ മുതലാളികളോട് മാപ്പ് പറയാൻ പോവുകയാണ് ഞാൻ. എടാ മണ്ട, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നിന്റെ ജോലി എന്ന് പറഞ്ഞു വിടില്ലേ? ആയിക്കോട്ടെ, കള്ളത്തരം കാട്ടി എത്ര പണം ഉണ്ടാക്കിയാലും മനസമാധാനം ഇല്ലെങ്കിൽ പോയില്ലേ ജോർജെ? ഇതാരാ? ആ ഹലോ. എടാ ജോർജ് കുട്ടി, നിന്റെ ഫോൺ ഓഫ് ആയിരുന്ന? ആ ആന്റണി ഭായ്, മറ്റേ വണ്ടിയുടെ കാര്യമല്ലേ? എന്ത്? അല്ലെന്ന് വണ്ടിയുടെ കാര്യമല്ലെന്ന്. എനിക്ക് വണ്ടിയും വേണ്ട, ഒന്നും വേണ്ട. നീ ആയിട്ടുള്ള ഒരു ഇടപാടിനും ഞാനില്ല. ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടിയാ വിളിച്ചത്. എന്ത് കാര്യം? ആ ലൈൻമാൻ ജോസഫിനെയും കൊണ്ട് കുറെ പോലീസുകാർ നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. എന്തോ ചെമ്പ് കമ്പി മോഷണോ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. നീ വേഗം വീട്ടിൽ ചെല്ലാൻ നോക്ക്. എന്റെ കർത്താവേ. എടാ ഞാൻ കേട്ട് നിന്റെ വീട്ടിൽ പോലീസ് വന്നല്ലേ? ഞാൻ പോട്ടെടാ. മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത്. അവൻ ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കുവാൻ, എന്തെങ്കിലും സമ്പാദിക്കുന്നതിനു വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോലി ചെയ്യട്ടെ. എഫേസോസ് 4:28 നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.